ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നോക്കുന്ന ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസൽ ആർക്കിൻ്റെ എപ്പിസോഡ് 15 ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ മുന്നത്തെ എപ്പിസോഡും കണ്ടില്ലേ, പോയി കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ അക്കാസേൻ്റെ തോട്ടാണ്. അവർ 3 പേരും പോയ സ്ഥലത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. മനുഷ്യർ എപ്പോഴും വീക്കും സോഫ്റ്റുമാണ്. അവർ വേഗം തന്നെ മരിച്ചു പോകുന്നു. അവർ പിന്നീട് ഒന്നുമില്ലാത്തവരായി തീരുന്നു. അടുത്ത സീനിൽ കളിക്കുന്നത് നമ്മുടെ ടാഞ്ചറോനെയാണ്. ടാഞ്ചറോന്റെ ഒരു ഭാഗം ആ വാളിൻ്റെ ഉള്ളിലാണുള്ളത്. ബോധം പോയി കിടക്കുന്ന ടാഞ്ചറോ പെട്ടെന്ന് തന്നെ കണ്ണ് തുറക്കുകയാണ്. കണ്ണ് തുറക്കുമ്പോൾ തന്നെ അവനാകെ ഷോക്കായി നിൽക്കുകയാണ്. കാരണം അവൻ തല വെട്ടിയിട്ടും അക്കാസിയുടെ തല ഇപ്പോൾ റീജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവന്റെ തല വെട്ടിയതല്ലേ, എന്നാൽ ഈ ഡീമിന് മരണമില്ലെന്ന് തന്നെ ടാഞ്ചറോ ആകെ ഷോക്കായി നിൽക്കുകയാണ്. അപ്പൊ തന്നെ അക്കാസ നേരെ ഗിയുവിനും ടാഞ്ചറോയ്ക്ക് നേരെ അവന്റെ ഫൈറ്റിംഗ് സ്റ്റൈൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കണ്ട് ടാഞ്ചറോയ്ക്കൊക്കെ ദേഷ്യം പിടിക്കുകയാണ്. ടാഞ്ചറോ നേരെ ആ മതിലൊക്കെ പൊളിച്ച് ടാഞ്ചറോ ഓടി ചെല്ലുകയാണ്. ഓടി ചെല്ലുന്നത് തന്നെ നമ്മുടെ ഗിയുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ടാഞ്ചറോ പറയുന്നുണ്ട്, സ്റ്റോപ്പ്, ഞാൻ ഇത്രയ്ക്കും ചെയ്തിട്ടും ഈ ചെക്കൻ മരിച്ചിട്ടില്ലേ, ഇവൻ ഒരു അടിപൊളിയാണെന്ന് പറയാണ്. അപ്പം തന്നെ ടാഞ്ചറോ നേരെ, ഞാൻ നിന്നെ കൊല്ലും, ഞാനും ഗിയൂസാനും മാത്രമേ ഇവിടെ നിന്ന് രക്ഷപ്പെടൂ, ഞങ്ങൾ വിജയിക്കും, നീ ഒരു ഡീമനാണ്, നീ ഉറപ്പായി തോൽക്കുമെന്ന് പറഞ്ഞ് ടാഞ്ചറോ അവൻ്റെ വാളെടുത്ത് വീശി വെട്ടാൻ പോവുകയാണ്. പക്ഷേ അപ്പം തന്നെ അവൻ്റെ കൈയിൽ നിന്ന് ആ വാള് സ്ലിപ്പായി പോവുകയാണ്. എൻ്റെ വാള് എൻ്റെ കൈയിൽ നിന്ന് സ്ലിപ്പായി പോയതാണ്. ടാഞ്ചറൊക്കെ ഷോക്കായി നിൽക്കുകയാണ്. എനിക്ക് എൻ്റെ സോഡ് പിടിക്കാൻ പറ്റിയില്ല, ഇല്ല, ഞാൻ അവനെ ഒരിക്കലും വിടില്ല എന്ന് പറഞ്ഞ ടാഞ്ചറോ അവനെ കൈ ചുരുട്ടി പിടിക്കുകയാണ്. അപ്പോൾ വാളവിടെ തെന്നി മാറി കിടക്കുന്നുണ്ട്. ടാഞ്ചറോ ആകെ ദേഷ്യത്തിൽ തന്നെ ചാടി വരികയാണ് അക്കാസിന്റെ മുന്നിലേക്ക്. എന്നിട്ട് അക്കാസിന്റെ മോന്തക്കിട്ട് തന്നെ ഒരു കിടിലം പഞ്ച് കൊടുക്കുകയാണ്. ഞാൻ ഇത്രയും ചെയ്തിട്ടും ഈ ചെറുക്കന് നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ പഞ്ചിങ്ങിൽ തന്നെ അക്കാസ ടാഞ്ചറോന്റെ മുഖത്ത് നോക്കുന്നുണ്ട്. ടാഞ്ചറോന്റെ മുഖത്ത് നോക്കുമ്പോഴും അക്കാസയ്ക്ക് പേടിയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവൻ ആ മൈൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവന്റെ പഴയ ഓർമ്മയിലേക്ക്. കാരണം ആ ടാഞ്ചറോന്റെ മുഖത്ത് നോക്കുമ്പോൾ അവന് കാണുന്നത് നമ്മുടെ ക്യൂക്കിന്റെ അച്ഛനായിട്ടുള്ള കീസോയുടെ മുഖമായിരുന്നു. നീ ഒന്നിന്ന് തുടങ്ങ് യങ് മാൻ എന്നാണ് അദ്ദേഹം അക്കാസിനോട് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം തന്നെ അക്കാസ് ചിന്തിക്കുന്നുണ്ട്, എനിക്ക് വീക്ക് അയാളെ ഒട്ടും ഇഷ്ടമില്ല. കാരണം അവരെല്ലാവരും നശിപ്പിക്കാനാണ് നോക്കുന്നത്. അവർ നേരിട്ട് ഫൈറ്റ് ചെയ്യില്ല. അവർ മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി കിണറ്റിൽ വിഷം കലക്കും, എന്നിട്ട് അവർ മറ്റുള്ളവരെ കൊല്ലും, എന്നിട്ട് അവർ സന്തോഷിക്കും. അതാണ് അവർ സാധാരണ ചെയ്യാറ്. ഞാൻ അവരെ എല്ലാം ഇല്ലാതാക്കി. എൻ്റെ മാസ്റ്ററിൻ്റെ പ്രഷ്യസ് ആയിട്ടുള്ള സിറിയോ കോജോ ഞാൻ അവിടെ ഒരു ചോരക്കളമാക്കി മാറ്റി. ഞാൻ എൻ്റെ ശക്തി ഉപയോഗിച്ച്, സ്ട്രെങ്ത് ഉപയോഗിച്ച് അവരെല്ലാം അടിച്ചു കൊന്നു. എൻ്റെ അച്ഛൻ്റെ ലാസ്റ്റ് വീട് പോലും എനിക്ക് നിറവേറ്റാൻ സാധിച്ചില്ല. എനിക്ക് മനസ്സിലായി ഇപ്പോൾ ആരെയെ കൊല്ലേണ്ടതെന്ന്. എൻ്റെ മാസ്റ്റർ അതെനിക്ക് പറഞ്ഞു തന്നു. എൻ്റെ സോഡ് എൻ്റെ കയ്യിൽ നിന്ന് തെന്നി മാറി. എനിക്കത് പിടിക്കാൻ സാധിക്കുന്നില്ല. എനിക്കതിൻ്റെ ഗ്രിപ്പ് പോലും കിട്ടുന്നില്ല. ഞാൻ തോൽക്കുമോ എന്ന് ടാഞ്ചറോ അവൻ്റെ മനസ്സ് തന്നെ വിചാരിക്കുകയാണ്. അപ്പം തന്നെ അക്കാസ റെങ്കോക്കുവിന് നേരെ യൂസ് ചെയ്ത് അവൻ്റെ ഡിസ്ട്രോയിങ് സ്റ്റൈൽ പുറത്തെടുക്കാൻ സമയമായിട്ടുണ്ട്. അങ്ങനെ അക്കാസ ആ സ്റ്റൈൽ പുറത്തെടുക്കുകയാണ്. ഇത് കണ്ടത് ടാഞ്ചറോയ്ക്കൊക്കെ പേടിയാവുകയാണ്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ നേരെ ഗിയുവിനെ തൂക്കി ടാഞ്ചറോ ഒരു ഹോളിന്റെ ഉള്ളിൽ കൂടെ താഴോട്ട് ചാടുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഗിയു പറയുന്നുണ്ട്, വേണ്ട ടാഞ്ചറോ, എന്നെ ഇവിടെ വിട്ടേക്ക്, നീ പൊയ്ക്കോ എന്ന് പറയാണ്. പക്ഷേ ടാഞ്ചറോന് തയ്യാറായിരുന്നില്ല. ടാഞ്ചറോ നേരെ താഴോട്ട് ചാടുകയാണ്. താഴോട്ട് ചാടുന്ന അതേ വേഗത്തിൽ തന്നെ നമ്മുടെ അക്കാസയും താഴോട്ട് ചാടുകയാണ്. അതായത് അക്കാസിന്റെ കണ്ണുകൾ ടാഞ്ചറോനെ അപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ ചാടുന്ന അതേ സ്പീഡിൽ തന്നെയായിരുന്നു അക്കാസയെ അവരെ ഫോളോ ചെയ്ത് താഴോട്ട് വരുന്നത്. അക്കാസ ടാഞ്ചറോന്റെ കണ്ണിലേക്ക് സൂക്ഷ്മമായി നോക്കുന്നുണ്ടായിരുന്നു. അക്കാസയ്ക്ക് ഒരു കണ്ണേ ഉള്ളൂ, മറ്റേ കണ്ണ് റീജനറേറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ടാഞ്ചറോ ആകെ പേടിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കും? എനിക്ക് എങ്ങനെയെങ്കിലും യൂസാനെ രക്ഷിക്കണം. ഞാൻ അദ്ദേഹത്തെ രക്ഷിക്കും. പെട്ടെന്ന് തന്നെ താഴോട്ട് വലിയൊരു ഇമ്പാക്റ്റ് തന്നെ അക്കാസയുടെ വീഴുകയാണ്. ഒരു വലിയ പൊട്ടിത്തെറി തന്നെ അവിടെ നടക്കുകയാണ്. ഒരു ഇൻഫിനിറ്റി കാസ്റ്റിന്റെ ഒരു ഭാഗത്ത് വലിയൊരു ബ്ലാസ്റ്റ് പോലെ. ആ ബ്ലാസ്റ്റിൽ നമ്മൾ ഗിയുവും ടാഞ്ചറോയും തെറിച്ചു പോവുകയാണ്. അങ്ങനെ ടാഞ്ചറോ നോക്കുകയാണ് അവിടെ എന്താ സംഭവിച്ചതെന്ന്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ടാഞ്ചറോ ആകെ തന്നെ ഷോക്കായി പോവുകയാണ്. അതായത് നമ്മുടെ അക്കാസിന്റെ ബോഡി പാതിയോളം നശിച്ചു പോയിരുന്നു. എല്ലും മാംസവും പൊട്ടിത്തെറിച്ച് തല പോയ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഒരുമാതിരി വിയേഡായ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കണ്ടത് ടാഞ്ചറോ ചിന്തിക്കുകയാണ്. ടാഞ്ചറോന്റെ മനസ്സിൽ അക്കാസ നന്ദി പറയുമ്പോഴാണ് ടാഞ്ചറോയ്ക്ക് തോന്നിയത്. അവൻ എന്തിനാണ് അവനെ തന്നെ അറ്റാക്ക് ചെയ്തത് എന്നാണ് ടാഞ്ചറോ ചിന്തിക്കുന്നത്. അത്രയ്ക്ക് മോശ സ്ഥിതിയിലായിരുന്നു അക്കാസ ഉണ്ടായിരുന്നത്. അവിടെ വീണെടുക്കുന്ന അക്കാസിന്റെ ബോഡി കണ്ട് ടാഞ്ചറോ ഷോക്കായി നിൽക്കുകയാണ്. അപ്പോൾ തന്നെ അക്കാസിന്റെ ബോഡി വീണ്ടും റീജനറേറ്റ് ആവാൻ നോക്കുകയാണ്. അപ്പോൾ തന്നെ അക്കാസ അവന്റെ മനസ്സിൽ പറയാണ്, വേണ്ട, നിർത്ത്, എനിക്കിനി റീജനറേറ്റ് ആവണ്ട, ഞാൻ തോറ്റിരിക്കുന്നു. ആ പയ്യൻ അവൻ്റെ എല്ലാ ടെക്നിക്കും യൂസ് ചെയ്ത് എന്നെ തോൽപ്പിച്ചിരിക്കുന്നു. അവൻ ശരിക്കും സ്ട്രോങ് ആണ്. അവൻ എല്ലാം പഠിച്ചവനാണ്. അവൻ എന്നെ തോൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയാണ്. പിന്നെ അക്കാസ വേറൊരു കാര്യം കൂടെ പറയാണ്, എനിക്ക് പോകണം, എനിക്ക് ആണുങ്ങളെ പോലെ തല ഉയർത്തി അങ്ങോട്ട് പോകണം, എനിക്ക് നരകത്തിലേക്ക് പോകണം, എനിക്കിനി റീജനറേറ്റ് ആവണ്ട, എനിക്കിനി ഫൈറ്റ് ചെയ്യണ്ട, ഞാൻ തോറ്റിരിക്കുന്നു. എന്നിട്ട് അക്കാസ തിരിഞ്ഞു നിൽക്കുമ്പോൾ അവൻ്റെ അച്ഛനെ കാണാണ്. അവൻ്റെ അച്ഛനോട് അക്കാസ ചോദിക്കുകയാണ്, അച്ഛൻ ഓക്കെ അല്ലേ? അച്ഛനിപ്പോൾ വേദനയൊന്നും ഇല്ലല്ലോ? അപ്പം പറയാണ്, ഹക്കുജി, ഞാനിപ്പോൾ ഓക്കെയാണ്, എനിക്കൊരു കുഴപ്പവുമില്ല. ഹക്കുജി നേരെ വന്നിട്ട് അച്ഛൻ്റെ കാല് പിടിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണം, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഞാനൊരു യൂസ്ലെസ് ആണ്, ഞാൻ വെറും വേസ്റ്റ് ആണ്. അങ്ങനെ പറയാണ്. സാരമില്ല ഹക്കുജി എന്ന് പറഞ്ഞ ഒരാൾ അക്കാസിന്റെ തലയിൽ കൈ വെക്കുകയാണ്. നീ എന്തെ കൈ തീർന്നാലും ഒരു മകൻ എപ്പോഴും ഒരു മകനാണ്, ഒരു സ്റ്റുഡന്റ് എപ്പോഴും അതൊരു സ്റ്റുഡന്റ് ആണെന്ന് പറയാണ്. എന്നിട്ട് കൈ നേരെ അക്കാസിന്റെ തലയിൽ പിടിച്ച കൈ അത് അക്കാസിന്റെ മുടി പിടിച്ച് ചുരുട്ടുകയാണ്. കാരണം അത് ഡീമൺ കിങ് ആയിട്ടുള്ള മൂസാനായിരുന്നു.
നീ നീ ഇവിടെ വെച്ച് നിർത്തുകയാണോ? നിനക്ക് സ്ട്രോങ്ങർ ആവണ്ടേ? നിനക്കല്ലേ എല്ലാവരെ കണ്ട് സ്ട്രോങ്ങർ ആവേണ്ടത്? അതെ, എനിക്ക് സ്ട്രോങ്ങർ ആവണം. എനിക്ക് എല്ലാവരെയും കൊല്ലണം. എനിക്ക് എല്ലാവരെക്കാട്ടും പവർഫുൾ ആവണം. ഞാൻ എൻ്റെ ആ വാക്ക് നിറവേറ്റും. എനിക്ക് പീസ്ഫുൾ ആവണം. ഞാൻ എല്ലാവരെയും കൊല്ലും എന്ന് പറഞ്ഞ് ഹക്കുജിന്റെ മനസ്സിലേക്ക് മൂസാന ചിന്തകൾ കടന്നു വരികയാണ്. അപ്പൊ തന്നെ അവന്റെ ക്യോക്കി അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഹക്കുജി, ഇപ്പൊ നീ ഓക്കെ ആണെന്ന് പറയാണ്. ഹക്കുജി ആ ക്യോക്കിന്റെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ അപ്പോഴും അവന്റെ തലയിൽ ആ മൂസാന്റെ ചിന്തകൾ വരുന്നുണ്ടായിരുന്നു. നിനക്ക് സ്ട്രോങ്ങർ ആവണ്ടേ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ക്യോക്കിന്റെ മുന്നിൽ അവൻ ഒന്നുമല്ലാതായിരുന്നു. അവനൊരു സാധാരണ മനുഷ്യനായിരുന്നു. അവൻ നേരെ പോയിട്ട് നമ്മുടെ ക്യോക്കിനെ പോയി കെട്ടിപ്പിടിക്കുകയാണ്, കരഞ്ഞുകൊണ്ട് തന്നെ. ക്യോക്കി, ഞാൻ ശരിക്കും ഒരു യൂസ്ലെസ് ആണ്. നീ എന്നോട് ക്ഷമിക്കണം. എനിക്ക് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ല. നിനക്ക് വേണ്ടിയുള്ള ഒരു വാക്ക് പോലും എനിക്ക് പാലിക്കാൻ പറ്റിയില്ല. നിങ്ങളെ രണ്ടാളെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ശരിക്കും ഒരു യൂസ്ലെസ് ആണെന്ന് പറഞ്ഞിട്ട് അക്കാസ അവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് കരയാണ്. ഇതെല്ലാം അങ്ങ് ഓർക്കുന്നുണ്ടല്ലേ? എനിക്കത് മതി. എനിക്ക് എൻ്റെ പഴയ ഹക്കുജി സേന തിരിച്ചു കിട്ടി. വെൽക്കം ബാക്ക് മൈ ഹസ്ബൻഡ്. അങ്ങനെ നമ്മുടെ അക്കാസിന്റെ ബോഡി അവിടുന്ന് പതിയെ ഡിസപ്പിയർ ആവുകയാണ്. ടാഞ്ചുറയെ നോക്കുകയാണ്. അവനൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അക്കാസ പതിയെ ഒരു ആണിനെ പോലെ തന്നെ നരകത്തിലേക്ക് അടുത്ത് നീങ്ങുകയാണ്. അതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ എൻഡായിരിക്കുകയാണ്.